नमस्ते बच्चों, आप लोगों को कहानी सुनना पसंद है? कहानी अर्थ क्या है? कहानी स्टोरी सुनना पसंद है? पसंद है। अच्छा, मैं आपको एक राजा की कहानी सुनाती हूँ। कहानी का नाम है बिना कही बात। पाठ का नाम क्या है? बिना कही बात। सब किताब ले लो, खोलो, देखिए पाठ 8 बिना कही बात। पाठ का नाम क्या है? जोर से बताइए। बिना कही बात। बिना कही बात अर्थ क्या है? बिना कही बात किसको मालूम है? बताइए। പറയാത്ത കാര്യം क्या है? बिना कही बात अर्थ क्या है? പറയാത്ത കാര്യം। कही बात പറഞ്ഞ കാര്യം, बिना कही बात പറയാത്ത കാര്യം. समझे? ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ മനസ്സിലാകും അല്ലേ? ചില ആൾക്കാർക്ക് അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അങ്ങനത്തെ ഒരു വിഭാഗമുണ്ട്. അനുഭവിച്ചറിഞ്ഞാലേ മനസ്സിലാക്കൂ എന്നൊരു വിഭാഗവുമുണ്ട്. അത്തരത്തിൽ എന്തോ ഒന്ന് അനുഭവിച്ചറിയുകയോ കണ്ടറിയുകയോ കേട്ടറിയുകയോ എന്തോ ആണ് ഇതിനകത്ത്. നമുക്കത് മനസ്സിലാക്കാം എന്താണെന്നുള്ളത്. ബിനാ കഹി ബാത്ത് അർത്ഥിക്കാഹെ. ബിനാ കഹി ബാത്ത് പറയാത്ത കാര്യം. കഹി ബാത്ത് അർത്ഥിക്കാഹെ പറഞ്ഞ കാര്യം. ചില ആൾക്കാർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും, അത് ചിലപ്പോൾ കണ്ടാലേ മനസ്സിലാകൂ എന്നുള്ളവരുണ്ട്, ചിലപ്പോൾ അത് അനുഭവിച്ചറിഞ്ഞാലേ മനസ്സിലാകും എന്നുള്ളവരുണ്ട് അല്ലേ? പല രീതിയിലുള്ള ആൾക്കാരുണ്ട് നമുക്ക്. അപ്പം അത്തരത്തിലൊരു കഥയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. देखिए चित्र में कौन कौन है बताइए. राजा, फिर मंत्री, फिर राजा, मंत्री, साधु. समझे? एक बार भी कौन कौन है? राजा, രാജാവുണ്ട്, മന്ത്രിയുണ്ട്, രാജാവുണ്ട്, മന്ത്രിയുണ്ട്, ഒരു സന്യാസിയുണ്ട്, ഭടന്മാരുണ്ട് അല്ലേ? देखिए एक रियासत थी, नाम था कंचनगढ़. कंचनगढ़ में बहुत गरीबी थी, चारों ओर भूखमरी थी. कंचनगढ़ के राजा कंचन देव अपनी रियासत की ऐसी दशा को देखकर बहुत दुखी थे. उन्हें कोई उपाय नहीं सूझ रहा था. ध्यान से सुनिए. एक रियासत थी, नाम था कंचनगढ़. रियासत का नाम क्या है? कंचनगढ़. वेरी गुड. कंचनगढ़ में क्या थी? बहुत गरीबी थी, है ना? कंचनगढ़ के राजा कौन थे? कंचन देव. वेरी गुड. एक बार फिर देखिए. एक रियासत थी. एक रियासत थी और एस्टेट ഉണ്ടായിരുന്നു. नाम था कंचनगढ़. एस्टेट का नाम क्या है? कंचनगढ़. कंचनगढ़ में बहुत गरीबी थी. कंचनगढ़ില് വളരെ ദാരിദ്ര്യമായിരുന്നു. चारों ओर भूखमरी थी. നാല് പാടും പട്ടിണി മരണമായിരുന്നു. ഭൂഖ്മരി മീൻസ് പട്ടിണി മരണമായിരുന്നു. कंचनगढ़ के राजा कौन थे? कंचन देव अपनी रियासत की ऐसी दशा को देखकर തന്റെ എസ്റ്റേറ്റിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് बहुत दुखी थे, വളരെ ദുഃഖിതനായിരുന്നു. ഇതാണ് തന്റെ എസ്റ്റേറ്റിലുള്ള എൻ്റെ രാജ്യത്തിലുള്ള ആൾക്കാർക്ക് എന്താണ് വേണ്ടേ? ദാരിദ്ര്യമാണ്, പട്ടിണി മരണമാണ്. ഇത് കാണുമ്പോൾ രാജാവിന് ദുഃഖം സങ്കടം എന്താ സന്തോഷം തോന്നോ? ഇല്ല. അപ്പൊ എന്താ? ദുഃഖം അല്ലെ? വിഷമം തോന്നാറുണ്ട്. ഉനെ കോയി ഉപായ് നഹി സൂച് രഹാ. അദ്ദേഹത്തിന് ഒരു ഉപായവും തോന്നിയിരുന്നില്ല. एक दिन कंचन देव राजा की दशा से बहुत चिंतित बैठे थे. अचानक उनके पास एक साधु आए. राजा ने साधु को प्रणाम किया. देखिए एक दिन कंचन देव के राज्य की दशा से बहुत चिंतित बैठे थे. एक दिन ഒരു ദിവസം കഞ്ചൻ ദേവ് രാജ്യത്തിന്റെ അവസ്ഥയോർത്ത് വളരെയധികം ചിന്തിച്ചിരിക്കുകയായിരുന്നു. അചാനക് സഡൻലി
उनके पास एक साधु आए. राजा के पास कौन आए? कौन आए? साधु आए. साधु आए. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് ആര് വന്നു? ഒരു സന്യാസി വന്നു. രാജാനെ സാധു को प्रणाम किया. രാജാവ് എന്ത് ചെയ്തു? ആ സന്യാസിയെ പ്രണമിച്ചു, നമസ്കരിച്ചു. അല്ലേ? നമ്മൾ ചെയ്യാറില്ലേ? മുതിർന്ന ആൾക്കാരെ കാണുമ്പോൾ നമസ്കരിക്കാറില്ലേ? അതുപോലെ എന്ത് ചെയ്തു? ആ സന്യാസിയെ കണ്ടപ്പോൾ എന്ത് വെച്ചു? നമസ്കരിച്ചു. പ്രസന്ന രഹോ ബേട്ട. അപ്പോൾ സന്യാസി എന്ത് പറഞ്ഞു? പ്രസന്ന രഹോ ബേട്ട. എന്താ പറഞ്ഞേ? സന്തോഷവനായി ഇരിക്കൂ. साधु ने राजा को आशीर्वाद दिया. देदो साधु राजाविने എന്ത് ചെയ്തു? ആശീർവദിച്ചു. समझे? रियासत का नाम क्या है? कंचनगढ़. कंचनगढ़ के राजा कौन थे? कंचन देव. अचानक राजा के पास कौन आए? साधु. समझे? अगला पेज देखो. कंचन देव ने साधु को अपने राज्य के बारे में बताया. साधु मुस्कुराकर बोले, कंचनगढ़ सचमुच कंचनगढ़ है. इसके नीचे सोने की खान है. इतना कहकर साधु चले गए. राजा ने खुदाई करवाई. वहां सोने की खान निकली. राजा का खजाना सोने से भर गया. क्या हुआ? देखिए, कंचन देव ने साधु को अपने राज्य के बारे में बताया. किसके बारे में बताया? साधु को. कंचन देव സന്യാസിയോട് എന്ത് പറഞ്ഞു? തന്റെ രാജ്യത്തെ കുറിച്ച് പറഞ്ഞു. സാധു മുസ്കുരാക്കർ പോലെ, സാധു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കഞ്ചൻഗഡ് സച്മുച്ച് കഞ്ചൻഗഡ് ഹെ. കഞ്ചൻ മീൻസ് സ്വർണം. കഞ്ചൻഗഡ് സ്വർണ്ണനിധി. വാസ്തവത്തിൽ ഈ രാജ്യത്തിന്റെ പേര് തന്നെ അതിന് ആപ്റ്റ് ആണ്. ഇവിടെ സ്വർണ്ണം ഉണ്ട്. കഞ്ചൻഗഡ് സച്മുച്ച് കഞ്ചൻഗഡ് തന്നെ. ഇവിടെ സ്വർണ്ണനിധി ഉണ്ട്. വാസ്തവത്തിൽ കഞ്ചൻഗഡ് തന്നെയാണ്. ഇസ്കെ നീച്ചെ സോനെ കി കാൻ ഹേ. ഈ രാജ്യത്തിനടിയിൽ എന്തുണ്ട്? സ്വർണത്തിന്റെ ഉറവിടമുണ്ട്. ഇത്തന കേക്ക സാധു ചലേ. ഇത്രയും പറഞ്ഞിട്ട് സാധു എന്ത് ചെയ്തു? പോയി. അപ്പൊ എന്താ? ആരാ വന്നത്? കോനായ? സാധു. ക്യാ ബതായ? कंचनगढ़ सचमुच कंचनगढ़ है. इसके नीचे कान की, इसके नीचे सोने की कान है. ഇതിന്റെ ഈ രാജ്യത്തിനടിയിൽ എന്തുണ്ട്? സ്വർണ്ണ നിധിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് വിചാരിച്ചു സന്യാസിമാരെന്താ ഒരിക്കലും കള്ളം പറയില്ല, അവർക്ക് ദിവ്യ ദൃഷ്ടിയുണ്ട്. അപ്പോൾ അവർക്ക് അറിയാൻ സാധിക്കും ഈ രാജ്യത്തിൽ എന്തുണ്ട്? സ്വർണ്ണമുണ്ട്. അല്ലാതെ വെറുതെ പറയോ സന്യാസി? ഇല്ല. അപ്പം രാജാവ് ചിന്തിച്ചതിൽ എന്തോ കാര്യമുണ്ട്. രാജാനെ ഖുദായി കർവായി. അതുകൊണ്ട് എന്ത് ചെയ്തു? തന്റെ രാജ്യം കുടിക്കാൻ തുടങ്ങി. വഹാം സോനേക്ക് ഖാൻ നികല. അവിടെ സ്വർണ്ണക്കനി കണ്ടെത്തി. രാജാ കാ ഖസാന സോനെ സെ ഭർ ഗയാ. രാജാവിന്റെ ഖജനാവ് സ്വർണം കൊണ്ട് നിറച്ചു. രാജാനെ अपने राज्य में जगह जगह निःशुल्क भोजनालय बनवाए, दवाखाने खुलवाए, चारागाह बना दिए. देखिए, രാജാനെ अपने राज्य में. അപ്പൊ എന്ത് ചെയ്തു? നമുക്ക് സ്വർണം കിട്ടി, പട്ടിണിയൊക്കെ മാറാൻ പോവുകയാണല്ലേ. അപ്പൊ രാജാവ് എന്ത് ചെയ്തു? തന്റെ രാജ്യത്തില് ഓരോ സ്ഥലത്ത് നിശുൽക ഭോജനാലയ, ഫ്രീ റെസ്റ്റോറന്റ്, ദവാഖാനെ ഖുൽവായ. ദവാഖാന മീൻസ് മെഡിക്കൽ ഷോപ്പ്, ചാരാഗാഹ് പശുക്കൾ മേഞ്ഞ് നടക്കുന്ന സ്ഥലം എന്നിവയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കാൻ തീരുമാനിച്ചു. പിന്നെ മെഡിസിൻ, മരുന്ന് കൊടുക്കാൻ തീരുമാനിച്ചു. പശുക്കൾക്ക് മേഞ്ഞ് നടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടാക്കി. എങ്ങനെയാണ് സാധിച്ചതെല്ലാം? ആരെ? നമ്മുടെ സന്യാസി വന്ന് പറഞ്ഞു, ഇവിടെ എന്തുണ്ട്? സ്വർണ്ണക്കനിയുണ്ട്, നിങ്ങൾ കുഴിച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അവർ കുഴിച്ച് സ്വർണം കണ്ടെത്തി, ഖജനാവ് നിറച്ചു. അപ്പോൾ ഈ പട്ടിണി ദാരിദ്ര്യവും പട്ടിണി മരണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് രാജാവ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത്. देखिए, अब वहां कोई दुखी न था. ഇപ്പോൾ അവിടെ ആർക്കും എന്തില്ല? ദുഃഖമില്ല. സബ് ലോഗ് ഖുശ് थे. എല്ലാവരും സന്തോഷവാനായി. किंतु वे आलसी हो गए थे. അതിനോടൊപ്പം തന്നെ അവരെന്ത് അലസന്മാരായി തീർന്നു. कोई भी काम नहीं करता था. ആരും തന്നെ ജോലി ചെയ്യുമായിരുന്നില്ല. कारण क्या है? उन्हें निःशुल्क में जो सब कुछ मिलने लगा था. कारण क्या है? അവർക്ക് പരിശ്രമിക്കാതെ പൈസ ഒന്നും വേണ്ട. കാരണം എല്ലാവർക്കും എന്താ? ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ മടിയന്മാരുമായി. ഫ്രീ ആയിട്ട് നമുക്ക് ആഹാരം കിട്ടും. നമ്മൾ എന്തിനാ പോകുന്നത്? ജോലിക്ക് പോകുന്നത് അസുഖം വന്ന മരുന്ന് വാങ്ങാനും പിന്നെ ആഹാരം കഴിക്കാനും ഒക്കെ അല്ലേ. അപ്പോൾ ഇതെല്ലാം അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു. പിന്നെ ഇനി പണിക്ക് പോകണോ? വേണ്ട. അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്തു? അവിടെ എല്ലാവരും മടിയന്മാരായി തീർന്നു.
मंत्री ने राजा को बहुत समझाया, महाराज लोग आलसी होते जा रहे हैं, उनके काम दिया जाए। पर राजा ने मंत्री की बात सुनकर डाल दी। क्या है? मंत्री ने राजा को बहुत समझाया, मंत्री राजा ने വളരെയധികം മനസ്സിലാക്കിച്ചു। महाराज അല്ലയോ മഹാരാജാവേ, लोग आलसी होते जा रहे हैं, ആളുകൾ മടിയന്മാരായിക്കൊണ്ടിരിക്കുന്നു। उनको काम दिया जाए, അവർക്ക് ജോലി കൊടുത്താലും। पर राजा ने मंत्री की बात सुनकर डाल दी, പക്ഷേ രാജാവ് എന്ത് ചെയ്തു? ആ വാക്ക് കേട്ടതായി ഭാവിച്ചില്ല। कंचनगढ़ की समृद्धि और लोगों के आलसी होने की बात जानकर पड़ोसी राजा ने कंचनगढ़ पर चढ़ाई कर दी और मांग के सोना दो या लड़ो। എന്താ സംഭവിച്ചത്? कंचनगढ़ की समृद्धि, कंचनगढ़ിന്റെ സമൃദ്ധിയും ലോകോങ്കി ആലസി, ആളുകളുടെ അലസതയും ബാത്ത് ജാൻകർ കാര്യം മനസ്സിലാക്കി, അലസതയുടെ കാര്യവും മനസ്സിലാക്കിക്കൊണ്ട് പടോസി രാജാനെ, അയാൾ രാജാവ് കഞ്ചൻഗഡ് पर चढ़ाई कर दी, കഞ്ചൻഗഡിലോട്ട് ആക്രമിക്കാനായിട്ട് വന്നു। और മാങ്കിക്ക്, എന്നിട്ട് ആവശ്യപ്പെട്ടു, സോന ദോയാ ലഡോ, യുദ്ധം ചെയ്യൂ അല്ലെങ്കിൽ സ്വർണം തരൂ। ഇവിടുത്തെ ആളുകൾ മടിയന്മാരാണെന്ന് മനസ്സിലാക്കി, ഇവിടെ ശരിക്കും സ്വർണ്ണം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാൾ രാജാവ് എന്തിനു വന്നു? ആക്രമിക്കാൻ വരികയും എന്ത് ആവശ്യപ്പെട്ടു? ഒന്നുകിൽ നിങ്ങൾ യുദ്ധം ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് സ്വർണം തരണം എന്ന് പറഞ്ഞു। कंचनगढ़ के आलसी लोगों ने राजा से कहा, क्या कहा? बहुत सोना है, कुछ दे दीजिए। कंचनगढ़ के आलसी लोगों ने राजा से क्या कहा? बहुत सोना है, कुछ दे दीजिए, बेकार में क्यों क्यों बहाया जाए। बहुत सोना है, ധാരാളം സ്വർണ്ണം ഉണ്ടല്ലോ, കുറച്ച് കൊടുത്താലും വെറുതെ എന്തിന് രക്തമൊഴുക്കുന്നു? എന്തിനാണ് നമ്മൾ അടിപിടി കൂടി ഈ രക്തം വാർന്നു പോകുന്നത്, അല്ലെങ്കിൽ മരിക്കണം? ഇവിടെ ഇഷ്ടം പോലെ സ്വർണ്ണമുണ്ട്, കുറച്ച് സ്വർണ്ണം എടുത്ത് കൊടുത്താലും എന്നാണ് അവിടെയുള്ള മടിയന്മാരായ ആളുകൾ ആരോട് പറഞ്ഞത്? രാജാവിനോട്। രാജാനെ ലോകോങ്കി ബാത്ത് മാൻലി, രാജാവ് ആളുകളുടെ പറഞ്ഞ കാര്യം അംഗീകരിച്ചു, അവിടുത്തെ ആളുകൾ പറഞ്ഞ കാര്യം അംഗീകരിച്ചു। അവർ സോനാദി, അവർ സ്വർണം കൊടുത്തു। മന്ത്രി കോ ബഹുത്ത് ദുഃഖുവ, ഇത് കണ്ടിട്ട് മന്ത്രിക്ക് വളരെയധികം മന്ത്രി കോ ബഹുത്ത് ദുഃഖുവ, ഇത് കണ്ടിട്ട് മന്ത്രിക്ക് വളരെയധികം ദുഃഖം തോന്നി। എന്താണ്? ആളുകൾ മടിയന്മാരായിക്കൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് എന്താണ്? യുദ്ധമൊന്നും ചെയ്യില്ല, ഇവിടെ സ്വർണം കുറേ ഉണ്ടല്ലോ, അത് കൊടുത്താൽ മതി എന്ന് പറയുന്നു। പാട് अच्छी तरह पढ़िए, पढ़ने के बाद हस्ताक्षर कीजिए। अगला पोर्शन अगला वीडियो।